ദിവസങ്ങൾക്ക് മുമ്പാണ് നടൻ മണിയൻപിള്ള രാജു വാഹനാപകടത്തിൽപ്പെട്ട സംഭവം ഉണ്ടായത്. അതിനു പിന്നാലെ നിരവധി വിവാദങ്ങളും തലപൊക്കി. പിന്നാലെ കാർ നിർത്താതെ പോയ മണിയൻപിള്ള രാജുവിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നത്. വാഹനം ഓടിച്ചതിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും തെറ്റൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും ബൈക്കിൽ നിന്നും തെറിച്ചു വീണ ആ കുട്ടികളെ തിരിഞ്ഞുപോലും നോക്കാതെ പോയതിന്റെ പേരിലാണ് അദ്ദേഹം ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടത്. സ്വന്തം മകന്റെ പ്രായം പോലുമില്ലാത്ത ആ കുട്ടികൾ റോഡിൽ കിടക്കുന്നത് കണ്ടിട്ടും ഭയന്നു പോയെന്ന് പറഞ്ഞ് നിർത്താതെ പോയതിനു പിന്നിൽ മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത മനസ്സിനുടമയാണ് അദ്ദേഹം എന്നതിന്റെ തെളിവല്ലേ എന്നാണ് പലരും ചോദിച്ചത്. മാത്രമല്ല, വാഹനമിടിച്ച് 12 മണിക്കൂറുകൾക്കിപ്പുറമാണ് അദ്ദേഹം പരിശോധനയ്ക്കായി ഹാജരായത് എന്നതും വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ഇപ്പോഴിതാ ദിവസങ്ങൾക്കിപ്പുറം മണിയൻപിള്ള രാജുവിന്റെ മകൻ നിരഞ്ജ് മണിയൻപിള്ള രാജു സഞ്ചരിച്ച വാഹനവും അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. തലനാരിഴയ്ക്കാണ് നിരഞ്ജ് ഉൾപ്പെടെയുള്ള താരങ്ങൾ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത്. അതേസമയം അച്ഛന് പിന്നാലെ മകനും വാഹന അപകടത്തിൽപ്പെട്ടത് ആരാധകരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. പുതിയ ചിത്രമായ മസ്തിഷ്ക മരണം എന്ന സിനിമയുടെ പ്രമോഷൻ പരിപാടികൾക്കായി പോകുമ്പോഴാണ് നിരഞ്ജ് സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടത്. ഭാഗ്യം കൊണ്ടാണ് വലിയ പരിക്കുകളില്ലാതെ നടൻ രക്ഷപ്പെട്ടത്. സിനിമയുടെ പ്രമോഷനിടെ ഉണ്ടായ അപകടത്തെക്കുറിച്ച് നിരഞ്ജ് തന്നെ മാധ്യമങ്ങളോട് വിശദീകരിച്ചു. വന്ന വഴിക്ക് വണ്ടിയൊന്ന് തട്ടി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. വണ്ടിക്ക് നന്നായിട്ട് പ്രശ്നമുണ്ട്. ഞങ്ങളുടെ വണ്ടിയിൽ വന്നിടിച്ചത് ഒരു KSRTC ബസ്സാണ്. വളവ് തിരിഞ്ഞപ്പോൾ ബസ് വന്ന് ഇടിക്കുകയായിരുന്നു. കുഴപ്പമൊന്നും ഇല്ല എന്നാണ് നിരഞ്ജ് മണിയൻപിള്ള രാജു പ്രതികരിച്ചത്. ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് വെച്ച് മണിയൻപിള്ള രാജുവിന്റെ കാർ അപകടത്തിൽപ്പെട്ടത്. ഫെബ്രുവരി 6-ാം തീയതി രാത്രി 10 മണിയോടെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നും ഒരു പാർട്ടി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങവെയാണ് അതിനു മുന്നിൽ വെച്ച് ഈ സംഭവം ഉണ്ടായത്. മണിയൻപിള്ള രാജു ഓടിച്ചിരുന്ന കാർ 2 യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നും റോഡ് ക്രോസ് ചെയ്ത് നടൻ വരവെയാണ് അതിവേഗത്തിലെത്തിയ യുവാക്കളുടെ ബുള്ളറ്റ് ബൈക്ക് കാറിന്റെ മുൻഭാഗത്ത് ഇടിക്കുന്നത്. അപകടത്തിന് ശേഷം വാഹനം നിർത്താതെ പോയതും വലിയ ചർച്ചയായി മാറിയിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ 12 മണിക്കൂർ കഴിഞ്ഞ് ഹാജരായ മണിയൻപിള്ള രാജു ഭയം കാരണമാണ് വാഹനം നിർത്താതെ പോയത് എന്ന് വെളിപ്പെടുത്തിയിരുന്നു. ബൈക്ക് വളരെ വേഗത്തിൽ വന്ന് തന്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. പിന്നാലെയാണ് സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. CCTV ദൃശ്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ താൻ കുറ്റക്കാരനായി മാറുമായിരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.